മഹ്മൂദ് ദർവേഷ് എന്ന ഫലസ്തീനിയൻ കവി അദ്ദേഹം ഇങ്ങനെ മനോഹരമായിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് അഭയാർത്ഥികൾ എന്ന് വിളിക്കാം, അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന മനുഷ്യരെ നിങ്ങൾ എന്തു പേരിട്ട് വിളിക്കും? എന്നിട്ട് മഹ്മൂദ് ദർവേഷ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ജീവിതത്തിൽ അലക്ഷ്യമായി യാത്ര ചെയ്യുന്ന ഈ പാവം മനുഷ്യരെ കണ്ടിരിക്കുന്ന നിങ്ങളെ ഞങ്ങൾ എന്തു പേരിട്ട് വിളിക്കണം? ഇത് ഫലസ്തീനിലെ മാത്രം അനുഭവമല്ല. ഇന്ത്യ രാജ്യത്ത് ഭരണമാറ്റങ്ങൾക്ക് ശേഷം ബീഹാറിലും ബംഗാളിലും നമ്മൾ കാണുന്നത് ബുൾഡോസർ രാജുകളാണ്. ഒട്ടനേകം മനുഷ്യർ ഭവനരഹിതരാവുന്നു, തെരുവിലേക്ക് ഇറക്കി വിടുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പട്ടണങ്ങളിലേക്ക് പോയാൽ, രാജ്യത്തിന്റെ ഗ്രാമാന്തരീക്ഷങ്ങളിലേക്ക് പോയാൽ പാവപ്പെട്ട മനുഷ്യൻ നമുക്ക് കാണാം. പുഴുക്കളായി ജീവിക്കുന്ന മനുഷ്യർ. ഡൽഹിയുടെ നഗരങ്ങളിലേക്ക് ചെന്ന് നോക്കുക, മുംബൈയുടെ നഗരങ്ങളിലേക്ക് ചെന്ന് നോക്കുക, പാവപ്പെട്ട മനുഷ്യനെ കാണാം. പുഴുക്കളെ പോലെ ജീവിക്കുന്നവർ, അന്തിയുറങ്ങാൻ വീടില്ലാതെ റോഡ് സൈഡുകളിൽ ജീവിക്കുന്ന മനുഷ്യർ. ഇവരെ കുറിച്ച് സംസാരിക്കാൻ ഏതു ഭരണാധികാരിയാണുള്ളത്? ഇവരെ അഡ്രസ് ചെയ്യാൻ ഏതു സ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരാണുള്ളത്? ഈ മനുഷ്യനെ കുറിച്ച് സംസാരിക്കാനാണ് യഥാർത്ഥത്തിൽ സാഹിത്യം വേണ്ടത്.